ഹലോ ഗൈസ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അയർലൻഡിൽ എങ്ങനെയൊക്കെ ക്യാഷ് സേവ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ചാനൽ ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, പെണ്ണുങ്ങൾ റിക്വസ്റ്റ് പ്രകാരം വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിടാറുണ്ട്, അതുപോലെ തന്നെ ഇടയ്ക്ക് ഡാൻസ് ഒക്കെ കളിച്ചിടാറുണ്ട്. അപ്പോൾ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അയർലൻഡിൽ നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർഡ് അക്കോമഡേഷൻ ആണ്. ഇത് കൂടുതലും പോസിബിൾ ആയിട്ടുള്ളത് സിംഗിൾസിനാണ്. അതായത് ഫാമിലീസിന് ഒരിക്കലും നമുക്ക് ഷെയർഡ് അക്കോമഡേഷൻ പറ്റില്ല. സിംഗിൾസ് ആയിട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിനായിരിക്കും ഷെയർഡ് അക്കോമഡേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. സ്റ്റുഡൻസിനാണെങ്കിൽ പോലും 500 to 600 ഒക്കെ നമുക്ക് മന്ത്ലി റെന്റ് വരാറുണ്ട്. ഓരോ കൗണ്ടി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ നമ്മൾ ഷെയർ അക്കോമഡേഷൻ പ്രിഫർ ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പാർട്ട് ടൈം ജോബ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര കുറച്ച് സാലറി കിട്ടത്തുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കുറച്ചൊക്കെ സേവ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ഷെയർ അക്കോമഡേഷൻ. രണ്ടാമത് നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടിക്കറ്റ്സ് ഒക്കെ എടുക്കത്തില്ലേ, അപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഓൺലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൺലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കൊടുക്കുന്നതിനേക്കാളൊക്കെ കുറച്ച് എമൗണ്ടേ ആവത്തുള്ളൂ. മൂന്നാമത് നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TFI ലീവ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ആക്സസ് ചെയ്യാനുള്ള കാർഡാണ്. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് 50% സ്റ്റുഡൻസിന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല, നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് 30% സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നാലാമത് നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്ന കടകളുണ്ട്, അതായത് ഡൺസ്, പെന്നീസ് അങ്ങനത്തെ കടകളുണ്ട്. അപ്പം അങ്ങനത്തെ കടകളിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് നമുക്ക് കുറവ് കിട്ടും. ബാക്കിയുള്ള ബ്രാൻഡഡ് ഐറ്റംസ് ഉള്ള കടകളൊക്കെ അപേക്ഷിച്ചിട്ട് നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. സോ പെന്നീസ്, ഡൺസ് അങ്ങനത്തെ കടയൊക്കെ ചൂസ് ചെയ്യാം. അടുത്ത് നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ ആൽഡി, ലിഡിൽ അങ്ങനത്തെ കുറച്ച് കടകളുണ്ട്. അങ്ങനത്തെ കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ക്യാഷ് സേവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ആൽഡിന്ന് ലിഡിൽ നിന്നൊക്കെ ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി വെട്ടുന്നത് നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ. പ്രത്യേകിച്ച് നമുക്ക് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും മുടി വെട്ടുന്നത് നല്ല എക്സ്പെൻസീവ് ആണ്. ഏകദേശം 20-25 യൂറോസ് ഒക്കെ ഒരാൾക്ക് വരാറുണ്ട്. അതായത് 2500 രൂപയൊക്കെ നമ്മുടെ നാട്ടിലെ എമൗണ്ട് വരുന്നുണ്ട്. സോ മുടി വെട്ടുന്ന കാര്യം നമുക്ക് തന്നെ മാനേജ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ ത്രെഡിങ്ങും അതുപോലെ തന്നെ വാക്സിനും ഒക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ത്രെഡിംഗ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് യൂണിയൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ക്രെഡിറ്റ് യൂണിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് അല്ല ആക്ച്വലി, പക്ഷെ നമുക്ക് അവിടുന്ന് ലോണൊക്കെ കിട്ടും. കുറച്ച് എമൗണ്ടിൽ തന്നെ കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ലോണൊക്കെ കിട്ടും. കാറിന്റെ ലോൺ ആണെങ്കിലും വീടിന്റെ ലോൺ ആണെങ്കിലും നമുക്ക് ക്രെഡിറ്റ് യൂണിയനിൽ നിന്ന് കിട്ടും. അത് ബാക്കിയുള്ള ബാങ്കുകളൊക്കെ അപേക്ഷിച്ചിട്ട് നമുക്ക് കുറവായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വരുന്നത്. സോ അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ മന്ത്ലി സാലറിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് ക്രെഡിറ്റ് യൂണിയനിലേക്ക് നമുക്ക് സേവിങ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു കാലം കഴിയുമ്പോൾ നമുക്ക് സേവിങ്സ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് ഇതുപോലെ തന്നെ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ നമ്മൾ മന്ത്ലി ഇതുപോലെ തന്നെ 25 യൂറോസ് ഒക്കെ ആണെങ്കിലും സേവിങ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എമൗണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ സേവിങ്സ് ആയിട്ട് കൂടെ ഉണ്ടാവും. അയർലൻഡിലേക്ക് വരുന്ന സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റേഷനറി ഐറ്റംസിൽ പ്രത്യേകിച്ച് പേനയൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഇവിടെ. അപ്പം പേനയൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ചധികം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇവിടെ ഒരു പേനയ്ക്കൊക്കെ 1.5 യൂറോയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പം ഒരു പേനയുടെ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 150 രൂപയൊക്കെ വരും. നമുക്കത് ആദ്യം കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമായിട്ട് കാണുന്നവർക്ക്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് അയർലൻഡിലോട്ട് വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേനയും അതുപോലത്തെ ഐറ്റംസ് ഒക്കെ അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ നിങ്ങൾ മാക്സിമം സ്റ്റോക്ക് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. സോ ഇങ്ങനെയൊക്കെയാണ് അയർലൻഡിൽ നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ്. അപ്പൊ അത്രയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈലന്റ് ബെല്ലൈക്കൺ ടാപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. പിന്നെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടില വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.